വാഷിംഗ്ടണിൽ നേറ്റോ ഉച്ചകോടിക്ക് തൊട്ടുമുന്നേ നേറ്റോയുടെ മുഖ്യശത്രുവായ റഷ്യയിലേക്കുള്ള മോദിയുടെ സന്ദർശനം ലോക ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് മോദി റഷ്യയിലെത്തിയത്. ഇന്ത്യയിലും റഷ്യയിലുമായാണ് ഈ വാർഷിക ഉച്ചകോടി സാധാരണയായി നടത്തിവരുന്നതും. യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമായിരുന്നു ഇപ്പോൾ നടന്നത്. യാത്രയും വ്യാപാരവും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനായി കസാനയിലും യെക്കാറ്ററിൻബർഗിലും പുതിയ 2 ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കുന്നുവെന്നുള്ള പ്രഖ്യാപനവും ഈ യാത്രാവേളയിൽ പ്രധാനമന്ത്രി നടത്തി. റഷ്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരെ മുഴുവൻ മടക്കി അയക്കാനും തീരുമാനമായി. യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തെ ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി പരോക്ഷമായി തന്നെ വിമർശിച്ചു. നിരപരാധികളുടെ മരണം ഹൃദയഭേദകമാണെന്നും പുടിനോട് മോദി പറയുകയും ചെയ്തു. അതേസമയം ഈ ആക്രമണങ്ങൾക്കിടെ മോദി നടത്തിയ റഷ്യൻ സന്ദർശനം വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയതെന്ന് സെലൻസ്കിയും കുറ്റപ്പെടുത്തി. ഇതേ സാഹചര്യത്തിൽ മോസ്കോയിലെ പുടിന്റെ വസതിയിൽ വെച്ച് മോദി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് നേരിട്ട് അഭ്യർത്ഥിച്ചതായിട്ടാണ് വിവരം. ഇതുകൊണ്ടൊന്നും പുടിന് മനംമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയൊന്നും വേണ്ട. ലക്ഷ്യത്തിലെത്തും വരെ ഒഴുക്കിനെതിരെ നീന്തുന്ന കർക്കശക്കാരനാണ് പുടിൻ. മോദിയുടെ റഷ്യ സന്ദർശനം ഇന്ത്യക്ക് എന്ത് മാറ്റം കൊണ്ടുവരുമെന്നതും കാത്തിരുന്നു തന്നെ കാണണം. എന്തായാലും വിമർശനങ്ങളും അഭ്യർത്ഥനകളും തീരുമാനങ്ങളും പുകഴ്ത്തലുകളും ഒക്കെയായി ഇതൊക്കെ ഏറ്റുവാങ്ങി നേരെ ഓസ്ട്രിയയിലെത്തി. ഓസ്ട്രിയൻ സന്ദർശനത്തിനും പ്രത്യേകതകൾ ഏറെയായിരുന്നു. ഓസ്ട്രിയ ഒരു പ്രധാന മധ്യ യൂറോപ്യൻ രാജ്യമാണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, UN ഡ്രഗ്സ് ആൻഡ് ക്രൈം, ഓർഗനൈസേഷൻ ഫോർ സെക്യൂരിറ്റി എന്നിവയുടെ ആസ്ഥാനമാണ് ഓസ്ട്രിയ. 4 പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഓസ്ട്രിയ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അത് ചരിത്രം. 1955 നെഹ്റുവിനും 1983 ഇന്ദിരാഗാന്ധിക്കും ശേഷം വിയന്ന സന്ദർശിക്കുന്ന 3ാമത്തെ പ്രധാനമന്ത്രിയാണ് മോദി. റഷ്യൻ സന്ദർശന ശേഷം ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലെത്തിയ മോദിയെ വിദേശകാര്യമന്ത്രിയും മുൻ ചാൻസലറുമായ അലക്സാണ്ടർ ഷാലൻബർഗ് വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കുകയായിരുന്നു. ഓസ്ട്രിയൻ സംഗീത കലാകാരന്മാർ വന്ദേമാതരം പാടിയാണ് മോദിയെ വരവേറ്റത്. മോദി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വോണ്ടർ ബെലൻ, ചാൻസലർ കാൾ നെഹാമർ എന്നിവരുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം ഇന്ത്യയിലെയും ഓസ്ട്രിയയിലെയും വ്യവസായ പ്രമുഖരെയും വിയന്നയിലെ ഇന്ത്യൻ പ്രവാസികളെയും മോദി സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിന്റെ വ്യാപ്തി വിശാലമാക്കാനും അതുപോലെ പ്രാദേശികവും ആഗോളവുമായി പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ യാത്ര സഹായകമായി. കൂടാതെ ഇന്ത്യ ഓസ്ട്രിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സന്ദർശനം വഴിതെളിച്ചിട്ടുണ്ട്. ഓസ്ട്രിയൻ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, നിയമവാഴ്ച എന്നിവയുടെ പൊതുവായ മൂല്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞുവച്ചു. ചാൻസലർ കാൾ നെഹാമറിന്റെ ക്ഷണപ്രകാരമാണ് മോദി ഓസ്ട്രിയ സന്ദർശിച്ചത്. കൂടാതെ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ ഓസ്ട്രിയ സന്ദർശനമായിരുന്നു ഈ കഴിഞ്ഞത്. ന്യൂഡൽഹിയും വിയന്നയും നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു മോദിയുടെ ഈ സന്ദർശനം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹോഫ്ബർഗ് പാലസിൽ നടന്ന യോഗത്തിൽ സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രിയ സഹകരണത്തിനുള്ള സാധ്യതകൾ മോദി എടുത്തു പറയുകയുണ്ടായി. ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളുടെയും സ്റ്റാർട്ടപ്പുകൾ വളർത്തുന്നതിന് ലക്ഷ്യമിടുന്ന ഇന്ത്യ ഓസ്ട്രിയ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് ആരംഭിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ യാത്ര. ഈ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് ഇതിനോടകം തന്നെ ഫലം കണ്ടിട്ടുമുണ്ട്. ഇതിനു മുന്നേ 2021 ഒക്ടോബറിൽ ഗ്ലാസ്ഗോയിൽ COP26ന്റെ ഭാഗമായി അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ, ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായ അലക്സാണ്ടർ ഷാലൻബർഗിനെ മോദി കണ്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ 2017 സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ കർണറുമായി മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിയയിലും യുദ്ധത്തിനെതിരെയുള്ള കടുത്ത നിലപാട് മോദി വ്യക്തമാക്കി.
ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്നും പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടത് യുദ്ധഭൂമിയിലല്ലെന്നും മോദി ആവർത്തിച്ചു. ലോകത്ത് എവിടെയായാലും നിരപരാധികൾ കൊല്ലപ്പെടുന്നതും അതുപോലെ ഭീകരവാദവും അംഗീകരിക്കാനാവില്ല എന്ന് വിയന്നയിൽ ചാൻസലർ കാൾ നെഹാമറിനൊപ്പം നടന്ന സംയുക്ത പത്രസമ്മേളനത്തിനിടെ യുക്രൈൻ ഗാസ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കവേ മോദി വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ സമാധാന പ്രക്രിയയിലേക്ക് ഇന്ത്യ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് നെഹാമറും പ്രതികരിച്ചു. യുക്രൈനിലെ യുദ്ധത്തിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമത്തിനും UN ചാർട്ടറിനും അനുസൃതമായി സമാധാനപരമായ പ്രതിവിധി സുഗമമാക്കുന്നതിനുള്ള ഏതൊരു കൂട്ടായ ശ്രമത്തെയും പിന്തുണയ്ക്കുന്നുവെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. യുക്രൈനിൽ സമഗ്രവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കുന്നതിന് എല്ലാ പങ്കാളികളെയും ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ടെന്നും സംഘർഷത്തിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ആത്മാർത്ഥവും ദൃഢവുമായ ഇടപെടൽ ആവശ്യമാണെന്നും ഇരുപക്ഷവും വിശ്വസിക്കുന്നു. ഇനി ഫാർമസ്യൂട്ടിക്കൽസ്, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ബഹിരാകാശ സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കാൻ സാങ്കേതിക സർവകലാശാലകളുടെ സഹകരണ കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് നെഹാമർ വ്യക്തമാക്കി. യുക്രൈനിനൊപ്പം നേറ്റോ, ഒപ്പം റഷ്യയെ പിന്തുണയ്ക്കുന്നതിന് ചൈനയ്ക്ക് ആക്ഷേപവും. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നേറ്റോയുടെ 75ാം വാർഷികം ആചരിക്കുന്ന ഇത്തവണ ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷമാണ് പ്രധാന വിഷയമായത്. യുക്രൈനിന്റെ നേറ്റോ അംഗത്വ പ്രക്രിയകൾ വേഗത്തിലാക്കുന്നതും ചർച്ചയിൽ ഇടം പിടിച്ചു. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ അംഗങ്ങൾ റഷ്യയിൽ നിന്ന് കടുത്ത ആക്രമണം നേരിടുന്ന യുക്രൈന് സഖ്യത്തിൽ ചേരുന്നതിനുള്ള കൃത്യമായ സമയം നൽകിയിട്ടില്ലെങ്കിലും യുദ്ധം ബാധിച്ച യുക്രൈനിന് ഗ്രൂപ്പിൽ ചേരുന്നതിനുള്ള പാത ഉടൻ തെളിയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടണിൽ നടന്ന നേറ്റോ ഉച്ചകോടിക്കിടെ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ നേറ്റോ നേതാക്കൾ യുക്രൈനിന്റെ ഭാവി നേറ്റോയിലാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കീവിന് ദീർഘകാല പിന്തുണ നൽകുമെന്നും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സഖ്യകക്ഷികൾ സമ്മതിക്കുകയും വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്യുമ്പോൾ സഖ്യത്തിൽ ചേരാൻ യുക്രൈനിലേക്ക് ക്ഷണം നൽകുമെന്നും നേറ്റോ നേതാക്കൾ അറിയിച്ചു. അതുപോലെ വിൽനിയസ് ഉച്ചകോടിക്ക് ശേഷം യുക്രൈൻ കൈവരിച്ച വ്യക്തമായ പുരോഗതിയെ സ്വാഗതം ചെയ്യുന്നതായി യോഗത്തിനു ശേഷം പുറത്തിറക്കിയ പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടി. യുക്രൈൻ ഈ സുപ്രധാന പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ നേറ്റോ അംഗത്വം ഉൾപ്പെടെ പൂർണ്ണമായ യൂറോ അറ്റ്ലാന്റിക് സംയോജനത്തിലേക്കുള്ള ശക്തമായ പിന്തുണ തുടരുമെന്നും പ്രഖ്യാപനം വ്യക്തമാക്കുന്നുണ്ട്. സഖ്യകക്ഷികളും പങ്കാളികളും യുക്രൈനിന് സൈനിക ഉപകരണങ്ങളും പരിശീലനവും നൽകുന്നത് ഏകോപിപ്പിക്കുന്നതിന് നേറ്റോ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ആൻഡ് ട്രെയിനിംഗ് ഫോർ യുക്രൈൻ അഥവാ NSATU സ്ഥാപിക്കുന്നതിനുള്ള മുൻ പ്രഖ്യാപനം ഉൾപ്പെടെ കീവിനുള്ള സഖ്യത്തിന്റെ തുടർച്ചയായ പിന്തുണയൊക്കെയാണ് ഈ പ്രഖ്യാപനം അർത്ഥമാക്കുന്നത്. യുക്രൈനിന് സുരക്ഷാ സഹായം ശാശ്വതമായ നിലയിലാക്കി മെച്ചപ്പെടുത്തിയതും യോജിച്ചതുമായ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് NSATUവിന്റെ ലക്ഷ്യം. കൂടാതെ യുക്രൈനിന്റെ പ്രതിരോധ സുരക്ഷാ സേനകളുടെ വിപുലീകരണം പിന്തുണയ്ക്കുകയും നേറ്റോവുമായി കൂടുതൽ സംയോജനം സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ പ്രഖ്യാപനത്തിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആശങ്കയും വ്യക്തമായിരുന്നു. പ്രതിരോധ സഖ്യം, ബെയ്ജിങ്ങിനെ പരിധികളില്ലാത്ത പങ്കാളിത്തം, റഷ്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറയ്ക്കുള്ള വലിയ തോതിലുള്ള പിന്തുണയും ഉപയോഗിച്ച് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന്റെ നിർണായക സഹായി എന്ന് വിളിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗം എന്ന നിലയിൽ റഷ്യയുടെ യുദ്ധശ്രമത്തിനുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിക്കാൻ ചൈനയോട് പ്രഖ്യാപനം ആവശ്യപ്പെടുന്നുമുണ്ട്. റഷ്യയും ചൈനയും അമേരിക്കയെ നേരിടാൻ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. ഇതോടെ ചൈനയെ നേരിടാൻ നേറ്റോയും ഏഷ്യൻ പങ്കാളികളും US നേതൃത്വത്തിൽ കൂടുതൽ അടുക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ ആ കളി തീക്കളിയാകുമെന്ന് ചൈനയും ഭയക്കണം. ജോയ്ക്ക് ഇതെന്തു പറ്റി? ജോ ബൈഡന് മാത്രമല്ല, ബൈഡനെ കേട്ടിരുന്നവരും ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. സകലതും പിഴയ്ക്കുന്നോ ബൈഡന്? എന്തു തന്നെ ആണെങ്കിലും മത്സരത്തിൽ നിന്ന് പിന്മാറില്ല എന്നത് ഉറപ്പാണ്. നേറ്റോ ഉച്ചകോടിക്കിടെ ജോ ബൈഡന് നാക്ക് പിഴച്ചത് പലതവണയാണ്. സ്വയം മറന്നുള്ള ജോ ബൈഡന്റെ പല ചുവടുകൾ പോലും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നല്ല രീതിയിൽ പാളിയിട്ടുണ്ട്. വീണ്ടും നാക്കു പിഴച്ചു. 2023 നവംബറിന് ശേഷം ആദ്യമായി പ്രസിഡന്റ് ഒറ്റയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ സംഭവം. വേദിയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് പകരം പുടിൻ എന്നും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് പകരം ട്രംപ് എന്നുമാണ് ബൈഡൻ അഭിസംബോധന ചെയ്തത്. ഈ അബദ്ധം എന്തായാലും വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചു കഴിഞ്ഞിട്ടുണ്ട്.
സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിനായി സെലൻസ്കിയെ ക്ഷണിക്കുമ്പോഴായിരുന്നു ബൈഡൻ യുക്രൈൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ്, പക്ഷെ പിന്നെ പറഞ്ഞത് വളരെ നിശ്ചയദാർഢ്യവും ധൈര്യവുമുള്ള പുടിന് സ്വാഗതം എന്നാണ്. ഉടൻ തന്നെ തിരുത്തുകയും ചെയ്തു. എന്തായാലും തമാശയെന്നോണം താൻ പുടിനേക്കാൾ എത്രയോ ഭേദമാണ് എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. സമ്മേളനശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് അടുത്ത പിഴവ്. ബൈഡന് പകരം കമല ഹാരിസിനെ കൊണ്ടുവരണമെന്ന ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ ഉന്നയിക്കുന്നില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് പകരം പ്രസിഡന്റ് ട്രംപ് എന്ന് ബൈഡൻ തെറ്റായി പറഞ്ഞത്. Separately, what concerns do you have about Vice President Harris's ability to beat Donald Trump if she were at the top of the ticket? Look, I wouldn't have picked Vice President Trump to be Vice President, but I think she was not qualified to be President. So let's start there. ആദ്യ സംവാദത്തിലെ പ്രകടനശേഷം ഉടലെടുത്ത സംശയങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നു എന്ന് തന്നെ പറയാം ഈ പത്രസമ്മേളനവും. എന്തായാലും നേറ്റോ നേതാക്കൾ ബൈഡന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നാക്കുപിഴയൊക്കെ സർവ്വസ്വാഭാവികം എന്നാണ് നേതാക്കൾ പറഞ്ഞത്. ഡെമോക്രാറ്റ് പക്ഷത്തു നിന്ന് തന്നെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. പാർട്ടിക്ക് ധനസഹായം നൽകുന്നവർ പോലും ബൈഡന്റെ ജയസാധ്യതയിലെ ആശങ്കകൾ പങ്കുവച്ചു. പക്ഷെ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന ലൈനിലാണ് 81-കാരൻ ജോ ബൈഡൻ. തെരഞ്ഞെടുപ്പ് മത്സരവുമായി മുന്നോട്ട് പോകും എന്നും സ്ഥാനാർത്ഥിയാകാൻ താനാണ് ഏറ്റവും യോഗ്യനെന്നുമാണ് ബൈഡന്റെ പ്രതികരണം. പിഴകൾ ആവർത്തിച്ചാൽ അടുത്ത സംവാദത്തിൽ മാറ്റം പ്രകടിപ്പിക്കാനുമായില്ലെങ്കിൽ എന്താകും ജോയുടെ ഭാവിയെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. പശ്ചാത്തലമുണ്ട്. റോഡുകളിലും റെയിൽവേ ട്രാക്കുകളിലും ശക്തമായ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം മുംബൈയിൽ ഉടനീളം കാണാം. നഗരത്തിലുടനീളം ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. നവി മുംബൈയിലും താനെയിലും മറ്റും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായ, അതായത് ഈ മുംബൈയിലെ മഴയുടെ പ്രത്യേകത ഒരു അല്പം മണിക്കൂറുകൾ മാത്രം പെയ്യുന്ന കനത്ത മഴയാണ്. ഇടവിട്ടിടവിട്ടുള്ള മഴയല്ല, തുടർച്ചയായി അതിശക്തമായി മഴ പെയ്യുകയും അത് നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും ബാധിക്കുകയും ചെയ്യുകയാണ്. വെള്ളിയാഴ്ച രാവിലെ വരെ IMDയുടെ കണക്കനുസരിച്ച് 7.45 ആണ് അതിൻ്റെ ഒരു കണക്ക്. വ്യത്യസ്ത തോതിലുള്ള മഴയുടെ കണക്ക്. അത് 100.5 മില്ലിമീറ്റർ ബൈക്കുല്ലയിൽ എന്ന സ്ഥലത്ത്, അതാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശമെന്ന് പറയുന്നത്. കൊങ്കൺ മേഖലയിലുള്ള താനെ, പാൽഗർ, റായ്ഗഡ്, സിന്ധുദർഗ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത 3-4 ദിവസങ്ങളിൽ കർണാടക, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര തീരമേഖലകളിൽ മഴ സജീവമാകുമെന്നുള്ള പ്രവചനവുമുണ്ട്. അതിനൊപ്പമാണ് ചെന്നൈയിലെ സാഹചര്യം. ചെന്നൈയിൽ കനത്ത മഴയാണ്. വിമാനത്താവളത്തിൽ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ പശ്ചാത്തലമുണ്ട്. 4 വിമാനങ്ങൾ ഇനി ലോകത്ത് അടുത്തിടെ നടന്ന ചില സുപ്രധാന സംഭവങ്ങൾ പരിശോധിക്കാം. റഷ്യൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ ഏറ്റുവാങ്ങി. ക്രെംലിനിലെ സെയിന്റ് ആൻഡ്രൂ ഹാളിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോദിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഭാവനകൾ കണക്കിലെടുത്തും റഷ്യൻ ഇന്ത്യൻ ജനതയും തമ്മിലുള്ള സൗഹൃദ ബന്ധവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അസാധാരണമായ സേവനങ്ങൾക്കായി 2019 പുരസ്കാരം പ്രഖ്യാപിച്ചത്. റഷ്യൻ ബഹുമതിക്ക് നന്ദി അറിയിച്ച മോദി ഈ പുരസ്കാരം 140 കോടി ജനങ്ങൾക്കുള്ള പുരസ്കാരമാണെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾക്കുമായി ഇത് സമർപ്പിക്കുന്നുവെന്നും പ്രതികരിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് മോദി. യേശുവിന്റെ ആദ്യ അപ്പോസ്തലനും റഷ്യയുടെ രക്ഷാധികാരിയുമായ വിശുദ്ധ ആൻഡ്രൂവിന്റെ ബഹുമാനാർത്ഥം മഹാനായ സർ പീറ്റർ ആണ് 1698 ഈ ബഹുമതി സ്ഥാപിച്ചത്. ഏറ്റവും മികച്ച സിവിലിയൻ അല്ലെങ്കിൽ മിലിറ്ററി മെറിറ്റിന് മാത്രമാണ് ഈ ബഹുമതി നൽകുന്നത്. ലോകത്ത് അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 5 ഇന്ത്യയിൽ. പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ബംഗളൂരുവാണ്. പ്രമുഖ റിസർച്ച് സ്ഥാപനമായ സാവൽസ് നടത്തിയ വാർഷിക സർവേയിൽ ആദ്യ 10-ലുള്ളവയിൽ 5 ഇന്ത്യൻ നഗരങ്ങളാണ്. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളാണ് ലോകത്തെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 10-ൽ ഇടം നേടിയ ഇന്ത്യൻ നഗരങ്ങൾ. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏഷ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ മാത്രമാണ് ഈ പട്ടികയിലുള്ളത്. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയാണ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. വിയറ്റ്നാമിലെ ഹാനോയ് നഗരവും പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിലെ മനില, സൗദിയിലെ റിയാദ് നഗരങ്ങളും ആദ്യ 15 നഗരങ്ങളുടെ പട്ടികയിലുണ്ട്.
സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ കബയുടെ കിസ്വ മാറ്റുന്നതിൽ സ്ത്രീകളും ഭാഗമായി. ചരിത്രത്തിൽ ആദ്യമായാണ് സ്ത്രീകൾ ഈ സുപ്രധാന ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി ഹോളി മോസ്ക് അറിയിച്ചു. ഒപ്പം ചടങ്ങിന്റെ സമയത്തുള്ള ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചകന്റെ പള്ളിയുടെയും വനിതാ ജീവനക്കാരുടെയും ചിത്രങ്ങളും ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ഹോളി മോസ്ക് പ്രസിദ്ധീകരിച്ചു. മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടനുബന്ധിച്ച് സമീപ വർഷങ്ങളിൽ സൗദി അറേബ്യ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ വലിയ മുന്നേറ്റമാണ് നടപ്പിലാക്കുന്നത്. 159 പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പുതിയ കിസ്വയുടെ ഭാരം 1350 കിലോയും ഉയരം 14 മീറ്ററുമാണ്. കിസ്വ ഉയർത്താനും 4 കോണുകൾ തുന്നാനും കബയുടെ പുതിയ കിസ്വയിൽ റാന്തൽ ഡിസൈനുകളും രൂപരേഖകളും ചേർക്കാനും 8 ക്രെയിനുകൾ ഉപയോഗിച്ചു. പ്രത്യക്ഷവും പരോക്ഷവുമായ മരണങ്ങൾ കണക്കാക്കിയാൽ ഗസയിലെ യഥാർത്ഥ മരണസംഖ്യ 1,86,000 കടന്നേക്കുമെന്ന് പഠനം. പ്രമുഖ ആരോഗ്യ ജേർണലായ ലാൻസെറ്റ് ആണ് പഠനം പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഇന്നുവരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 38,000-ലധികം പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. ഒരാൾ കൊല്ലപ്പെടുമ്പോൾ പരോക്ഷമായി 4 പേർ മരിക്കുന്നു എന്ന കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് പ്രകാരം 1,86,000 മരണങ്ങൾ എന്ന കണക്ക് അസംഭവ്യമല്ല എന്ന് ലാൻസെറ്റ് റിപ്പോർട്ട്. ഗസ വെടിനിർത്തലിന് ശേഷം ഏകീകൃത സർക്കാർ രൂപീകരിക്കുമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റാമല്ലയിൽ UN ഉദ്യോഗസ്ഥർ, കോൺസുലേറ്റുമാർ, അംബാസിഡർമാർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. ഗസയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ അടിയന്തര മാനുഷിക ആവശ്യങ്ങൾ പരിഹരിക്കാനും പലസ്തീൻ സർക്കാരുമായി പ്രവർത്തനം ഏകോപിപ്പിക്കാനും അന്താരാഷ്ട്ര പങ്കാളികളോടും UN-നോടും മുസ്തഫ അഭ്യർത്ഥിച്ചു. അതിനിടെ ഗസ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഈജിപ്ത്, US, ഖത്തർ, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ആഴ്ച നേരത്തെ ദോഹയിൽ യോഗം ചേർന്നിരുന്നു. വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സുരക്ഷിതമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുള്ള പല മേഖലകളിലും കനത്ത ആക്രമണം നടന്നത്. റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ യുക്രൈനിന്റെ വ്യോമ പ്രതിരോധ ശേഷി ശക്തമാക്കുമെന്നും കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുമെന്നും പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ജോ ബൈഡൻ. വാഷിംഗ്ടണിൽ നടക്കുന്ന NATO ഉച്ചകോടിയിലാണ് ബൈഡന്റെ ഈ പ്രഖ്യാപനം. കൂടാതെ US, ജർമ്മനി, നെതർലാൻഡ്സ്, റുമാനിയ, ഇറ്റലി എന്നിവർ ഓരോ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം വീതവും നോർവേ 6 F-16 യുദ്ധവിമാനങ്ങളും നൽകും. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ മിക്ക ക്യാബിനറ്റ് മന്ത്രിമാരെയും പിരിച്ചുവിട്ടു. ഉയർന്ന നികുതികൾക്കും മോശം ഭരണത്തിനുമെതിരായ ആഴ്ചകളോളം നീണ്ട പ്രതിഷേധത്തെ തുടർന്നായിരുന്നു തീരുമാനം. കാര്യക്ഷമമായ പുതിയ സർക്കാർ രൂപീകരിക്കുമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമാണ് ഈ നീക്കം നടത്തിയതെന്നും കൂടിയാലോചനകൾക്ക് ശേഷം സർക്കാർ രൂപീകരിക്കുമെന്നും റൂട്ടോ അറിയിച്ചു. നികുതി വർദ്ധിപ്പിക്കുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് ജൂൺ 25-ന് കനത്ത പ്രതിഷേധങ്ങൾക്ക് കെനിയ സാക്ഷ്യം വഹിച്ചു. 30-ലധികം ആളുകളാണ് പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടത്. നേപ്പാളിൽ കനത്ത മഴയെ തുടർന്നുള്ള മണ്ണിടിച്ചിലിൽ ഹൈവേയിൽ നിന്ന് 2 ബസ്സുകൾ നദിയിലേക്ക് മറിഞ്ഞു. 60 പേരെ കാണാതെയായി. 3 യാത്രക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. ബസ്സിൽ നിന്ന് ചാടി കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ട 3 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സർക്കാർ അഡ്മിനിസ്ട്രേറ്റർ ഖിമ നനാദ ബുസൽ അറിയിച്ചു. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് 120 കിലോമീറ്റർ പടിഞ്ഞാറ് സിമാൽട്ടണിൽ സമീപം ജൂലൈ 12 വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ബസ്സുകൾ ഹൈവേയിൽ നിന്ന് ഒഴുകിപ്പോയത്. ലോകത്തിലെ ആദ്യത്തെ മിസ് AI കിരീടമണിഞ്ഞ വിർച്വൽ മോഡൽ കെൻസ ലേലി ആരാണ്? പരിചയപ്പെടേണ്ട ആൾ തന്നെയാണ് ലേലി. ഏകദേശം 2 ലക്ഷത്തോളം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, മോഡൽ, 7 ഭാഷകളിൽ പരിജ്ഞാനമൊക്കെയുള്ള ആളാണ് ഈ ലേലി. സൗന്ദര്യ സങ്കല്പങ്ങൾ മാറ്റി എഴുതപ്പെടുന്നു എന്ന് തന്നെ പറയാം. ഈ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് ഇതാ കെൻസ ലേലി. മനുഷ്യനെ വെല്ലുന്ന ലുക്കും ആറ്റിറ്റ്യൂഡുമായി ഡിജിറ്റൽ ഏറ്റുമുട്ടലിൽ ഹിജാബ് വിട്ട മൊറോക്കൻ സുന്ദരി കെൻസ ലേലി ലോകത്തിലെ ആദ്യ AI വിശ്വസുന്ദരിയായി ചരിത്രം കുറിക്കുകയായിരുന്നു. സിഗ്നേച്ചർ ഹിജാബിനൊപ്പം അതിശയകരമായ സ്വർണ്ണ നിറത്തിലുള്ള ഗൗൺ ധരിച്ച ലേലി 1500 AI മോഡലുകളുമായി ഫാൻവ്യൂ വേൾഡ് AI ക്രിയേറ്റർ അവാർഡ്സിൽ മത്സരിക്കുകയായിരുന്നു. കാസബ്ലാങ്കയിലെ ഫീനിക്സ് AIയുടെ CEO മിറിയം വെസയാണ് കെൻസ ലേലിയുടെ സൃഷ്ടാവ്. AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളും വീഡിയോകളും ഓഡിയോകളും ഉപയോഗിച്ചാണ് കെൻസ ചരിത്ര വിജയം കുറിച്ചത്. സൗന്ദര്യം, സാങ്കേതികവിദ്യ, ഓൺലൈൻ ഇൻഫ്ലുവൻസ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. ഫ്രാൻസിൽ നിന്നുള്ള ലാലീന വാലീന 2ാം സ്ഥാനത്തും പോർച്ചുഗീസ് AI മോഡൽ ഒലീവിയ സി 3ാം സ്ഥാനത്തുമെത്തി. മനുഷ്യരെ പോലെ തനിക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നില്ലെങ്കിലും താൻ ആവേശത്തിലാണെന്നും കൂടാതെ AIക്കുള്ള സ്വീകാര്യതയും മനുഷ്യരുമായുള്ള സഹകരണവും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി ലേലി കിരീട നേട്ടത്തെക്കുറിച്ച് ഒരു പ്രത്യേക അഭിമുഖത്തിൽ പ്രതികരിച്ചു.
തന്റെ ജീവിത ദൗത്യം പശ്ചിമേഷ്യയിലും മൊറോക്കോയിലെയും സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണം എന്നും കെൻസ് പറയുന്നു. അവസാന 10 പേരിൽ രാഹുൽ ചൗധരി സൃഷ്ടിച്ച ഇന്ത്യയുടെ AI ജനറേറ്റഡ് ഫൈനലിസ്റ്റായ സറ ഷദാവരിയും എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ചരിത്ര വിജയം സൗന്ദര്യ മത്സരങ്ങളുടെ അടുത്ത ലെവലിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് വ്യക്തമാണ്. വെസ്റ്റ് മിനിസ്റ്റർ നഗരത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ബക്കിംഗ്ഹാം കൊട്ടാരം യുണൈറ്റഡ് കിങ്ഡത്തിലെ രാജാവിന്റെ ഔദ്യോഗിക വസതിയായും ഭരണപരമായ ആസ്ഥാനമായും കൊട്ടാരം പ്രവർത്തിക്കുന്നു. ലണ്ടനിലെ മിക്കവാറും എല്ലാ രാജകീയ ആഘോഷങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാണ് കൊട്ടാരത്തിന്റെ ബാൽക്കണി. രാജകുടുംബം, കിരീടധാരണം, വിവാഹങ്ങൾ, മറ്റ് പ്രധാന അവസരങ്ങൾ എന്നിവയ്ക്ക് ശേഷം ബാൽക്കണിക്ക് പിന്നിലുള്ള ഒരു മുറിയിൽ നിന്ന് പുറത്തു വരുന്നത് ലോകം വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. ഇപ്പോഴിതാ ഈ മുറി ചരിത്രത്തിൽ ആദ്യമായി സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയാണ്. ഈ അവസരത്തിൽ ജോർജ് 4 രാജാവിന്റെ ഭരണകാലം മുതൽ ആരംഭിച്ച അമൂല്യമായ കലാശേഖരം കാണാനുള്ള അവസരവും സന്ദർശകർക്ക് ഉണ്ടായിരിക്കും. ആദ്യകാലത്ത് ബക്കിംഗ്ഹാം ഹൗസ് എന്നറിയപ്പെട്ടിരുന്ന ഈ കെട്ടിടം 1703 ബക്കിംഗ്ഹാം ഡ്യൂക്കിന് വേണ്ടി നിർമ്മിച്ച ടൗൺ ഹൗസ് ആയിരുന്നു. 1763 ഈ സ്ഥലം ജോർജ് 3 രാജാവ് ഏറ്റെടുക്കുകയും ക്വീൻ ഷേർലിക്ക് വേണ്ടി ഇത് നവീകരിച്ച് ക്വീൻ ഹൗസ് ആക്കി മാറ്റുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിൽ വലിയ രീതിയിൽ നവീകരിച്ചിരുന്നു. ശേഷം 1837 വിക്ടോറിയ രാജ്ഞി തന്റെ സ്ഥാനാരോഹണത്തെ തുടർന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങിയതു മുതൽ ഈ കെട്ടിടം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാവുകയായിരുന്നു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഈസ്റ്റ് വിങ്ങിന്റെ പുനരുദ്ധാരണത്തിന് 5 വർഷമെടുത്തു. ഈസ്റ്റ് വിങ്ങിൽ പ്രധാന ഇടനാഴി, യെല്ലോ ഡ്രോയിങ് റൂം, ഒപ്പം അതിൽ ബ്രൈറ്റൺ പവനിൽ നിന്നുള്ള ഓറിയന്റൽ ശൈലിയിലുള്ള ഫയർ പ്ലേസ്, ബാൽക്കണിയിലേക്ക് നയിക്കുന്ന മധ്യമുറി എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ദശാബ്ദങ്ങളിലൂടെയുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ മാറുന്ന മുഖങ്ങളും പാതയുമൊക്കെ ബാൽക്കണി സന്ദർശകരെ ഓർമ്മിപ്പിക്കുന്നു. സഞ്ചരിക്കും തോറും ഒന്നിനൊന്ന് സുന്ദരമായ കാഴ്ചകളാണ് ലോകത്ത്. ഓരോ അതിരിനപ്പുറവും മികച്ച മറ്റൊന്നുണ്ടാകും. അത്തരം ഭൂലോക കാഴ്ചകൾ കോർത്തിണക്കി മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.